സുഹൃത്തെ, വർഷങ്ങൾക്ക് മുമ്പ് 1956 ഒരു ശബ്ദ സന്ദേശം പുറത്തിറങ്ങി. അത് കേൾക്കുക വഴി ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. അവർ ആ ശബ്ദ സന്ദേശം കുറച്ച് ദിവസം മുടങ്ങാതെ കേൾക്കുക മാത്രമാണ് ചെയ്തത്. ഏൾ നൈറ്റിംഗേലിൻ്റെ ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്, ഏറ്റവും വിചിത്രമായ രഹസ്യം. അതായിരുന്നു ആ ശബ്ദ സന്ദേശം. എൻ്റെ ഈ പ്രിയ സുഹൃത്തും മുടങ്ങാതെ കുറച്ച് ദിവസം ഈ ശബ്ദ സന്ദേശം കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. ഇത് ഇങ്ങനെയായിരുന്നു. ഞാൻ നിങ്ങളോട് ഈ ലോകത്തെ ഏറ്റവും വിചിത്രമായ ഒരു രഹസ്യം പറയാം. അന്തരിച്ച നൊബേൽ സമ്മാന ജേതാവ് ഡോക്ടർ ആൽബർട്ട് സ്വിറ്റ്സറിനോട് ഒരു റിപ്പോർട്ടർ ഒരിക്കൽ ചോദിച്ചു, ഡോക്ടർ, ഇന്നത്തെ ആളുകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഡോക്ടർ ഒരു നിമിഷം നിശബ്ദനായി. എന്നിട്ട് പറഞ്ഞു, ആളുകൾ ആരും ചിന്തിക്കുന്നില്ല. ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്നത് ഏറെ അവസരങ്ങളുള്ള ഒരു സുവർണ കാലഘട്ടത്തിലാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരാശി ഉറ്റുനോക്കുന്നതും കാത്തിരുന്നതും സ്വപ്നം കണ്ടതും കഠിനാധ്വാനം ചെയ്തതും എല്ലാം ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിനു വേണ്ടിയാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വച്ച് ഏറ്റവും സമ്പന്നമായ യുഗത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ധാരാളം അവസരങ്ങൾ ഉണ്ട്. നമുക്ക് 25 വയസ്സിൽ ജീവിതം തുടങ്ങിയ ഒരു 100 പേരെ ഉദാഹരണമായി എടുക്കാം. 65 വയസ്സാകുമ്പോൾ അവർ എവിടെയെത്തുമെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ 100 പേർ എല്ലാവരും തങ്ങൾ വിജയിക്കുമെന്ന വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ജീവിക്കാൻ തുടങ്ങിയവരാണ്. നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ഈ 100 പേരോടും ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നായിരിക്കും എല്ലാവരുടെയും ഉത്തരം. ജീവിതത്തോടുള്ള ആകാംക്ഷ അവരിൽ നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ കണ്ണുകളിൽ പ്രത്യേക തിളക്കം ഉണ്ടാകും. അവർക്ക് ജീവിതം എന്നാൽ വളരെ രസകരമായ ഒരു സാഹസികതയാണ്. എന്നാൽ 65 വയസ്സാകുമ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? 100 പേരിൽ ഒരാൾ മാത്രം സമ്പന്നനാകും. 4 പേർ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടാകും. മറ്റുള്ളവർ ഇപ്പോഴും ജോലിയെടുത്തായിരിക്കും ജീവിക്കുന്നത്. ബാക്കി 54 പേരുടെ ജീവിതം തകർച്ചയിലായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒന്ന് കണ്ണടച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 100 പേരിൽ 5 പേർ മാത്രമാണ് വിജയിച്ചത്. എന്തുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആളുകളും ജീവിതത്തിൽ പരാജയപ്പെട്ടത്? 25-ാമത്തെ വയസ്സിൽ അവരുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന തിളക്കം എവിടെ പോയി? അവരുടെ സ്വപ്നങ്ങൾക്ക്, പ്രതീക്ഷകൾക്ക്, അവരുടെ ഭാവി പദ്ധതികൾക്ക് എന്താണ് സംഭവിച്ചത്? അവർ ചെയ്യാൻ ഉദ്ദേശിച്ചതും എന്നാൽ യഥാർത്ഥത്തിൽ നേടിയതും തമ്മിലുള്ള അന്തരം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? വിജയത്തിൻ്റെ നിർവചനം അപ്പോൾ എന്തായിരിക്കും? 5% ആളുകൾ മാത്രമാണ് അവർ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത്. വിജയം നേടുന്നു എന്ന് പറയുമ്പോൾ നാം എന്താണ് വിജയം എന്ന് നിർവചിക്കേണ്ടതുണ്ട്. എനിക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ ഏറ്റവും മികച്ച നിർവചനം എന്ന് പറയുന്നത്, സക്സസ് ഈസ് ദ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് എ വർത്തി ഐഡിയ. അതായത് വിജയം എന്നത് ഉചിതമായ ഒരു ആദർശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മാതൃകയുടെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ വിജയം എന്നത് യോഗ്യമായ ലക്ഷ്യത്തിൻ്റെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ്. പ്രശസ്ത മനോരോഗ വിദഗ്ധനായ റോളോ മേ തൻ്റെ പുസ്തകമായ മെൻസ് സെർച്ച് ഫോർ ഹിംസെൽഫ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ സമൂഹത്തിൽ ധൈര്യത്തിൻ്റെ വിപരീതം എന്ന് പറയുന്നത് ഭീരുത്വം അല്ല, അത് അനുരൂപതയാണ്, അഥവാ അനുരൂപപ്പെടുന്നതാണ് അല്ലെങ്കിൽ പൊരുത്തപ്പെടുന്നതാണ്.
ഇന്നത്തെ പ്രശ്നം അതുതന്നെ. എല്ലാവരും അനുരൂപപ്പെടുകയാണ്. ആളുകൾ മറ്റുള്ളവരെ പോലെ അനുകരിക്കുന്നു. എന്തുകൊണ്ടെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ അറിയാതെ മറ്റുള്ളവരെ പോലെ പ്രവർത്തിക്കുന്നു. ഇതിനെക്കുറിച്ച് ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ. അമേരിക്കയുടെ ഒരു കാര്യം എടുത്താൽ 65 വയസ്സിന് മുകളിലുള്ള 40 മില്യൺ ആളുകളാണ് അവിടെയുള്ളത്. അതിൽ ബഹുഭൂരിപക്ഷം പേരും മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ഇങ്ങനെ ജീവിക്കുന്നത്. 7-ാം വയസ്സിൽ നാം വായിക്കാൻ പഠിക്കുന്നു. 25-ാമത്തെ വയസ്സിൽ സ്വന്തമായി ജീവിക്കാൻ പഠിക്കുന്നു. ഒപ്പം സാധാരണഗതിയിൽ ഒരു കുടുംബത്തെ കൂടി നമ്മൾ പോറ്റുന്നു. പക്ഷേ 65 വയസ്സായിട്ടും സാമ്പത്തിക സ്വാശ്രയത്വം നേടാൻ നമ്മൾ ആരും പഠിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നാം മറ്റുള്ളവരെ പോലെ ജീവിക്കുന്നത് കൊണ്ട് എന്നാണ് അതിനുള്ള ഉത്തരം. അതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് വച്ചാൽ, നാം തെറ്റായ ആളുകളെയാണ് ജീവിതത്തിൽ മാതൃകയായി എടുക്കുന്നത് എന്നതാണ്. അതായത് സമൂഹത്തിൽ വിജയം നേടാത്ത 95% ആളുകളും ആയിട്ടാണ് നാം ഇങ്ങനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇങ്ങനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നത്? അതിൻ്റെ ഉത്തരം അവർക്ക് തന്നെ അറിയില്ല. ആ ആളുകൾ വിചാരിക്കുന്നത് അവരുടെ ജീവിതം തീരുമാനിക്കുന്നത് സാഹചര്യങ്ങളും പുറത്തുനിന്നുള്ള ശക്തികളുമാണെന്നാണ് അവർ സ്വയം കരുതുന്നത്. ഒരിക്കൽ ജോലിയുള്ള കുറച്ച് ആളുകളുടെ ഒരു സർവേ നടത്തി. അതിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചു. 20 പേരിൽ 19 പേർക്കും അതിനുള്ള ഉത്തരം ഇല്ലായിരുന്നു. നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും, എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നു, അപ്പോൾ അതാണ് കാരണം, എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നു. ഇനി നമുക്ക് വിജയത്തിൻ്റെ നിർവചനത്തിലേക്ക് പോകാം. ആരാണ് ലോകത്ത് വിജയിക്കുന്നത്? ഉചിതമായ മാതൃക തിരിച്ചറിയുന്ന വ്യക്തി മാത്രമാണ് വിജയിക്കുകയുള്ളൂ. ഞാൻ എങ്ങനെ ആയിത്തീരും എന്ന് പറയുന്ന വ്യക്തി അതിനുവേണ്ടി, ആ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ആരാണ് വിജയിയായ ആളുകൾ എന്ന് ഞാൻ വിശദമാക്കാം. ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ വിജയിയാണ്. കാരണം അവൻ അല്ലെങ്കിൽ അവൾ ടീച്ചറാകാൻ ആഗ്രഹിച്ചിരുന്നു. ഭാര്യയും അമ്മയുമായ ഒരു സ്ത്രീ വിജയിയാണ്. കാരണം അവൾക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. അവൾ അത് ആകാൻ ആഗ്രഹിച്ചിരുന്നു. അവൾ അത് നന്നായിട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങിയ സംരംഭകൻ വിജയിയാണ്. കാരണം അത് അയാളുടെ ഏറെക്കാലമായുള്ള ഒരു സ്വപ്നമായിരുന്നു. ഇനി തൻ്റെ സ്ഥാപനത്തിലെ ഏറ്റവും മികച്ച സെയിൽസ് പേഴ്സൺ ആകാൻ ആഗ്രഹിച്ചു. ആ ഗോളിലേക്ക് യാത്ര ചെയ്യുന്ന സെയിൽസ് ജീവനക്കാരനും വിജയിയാണ്. ഇനി മുൻകൂട്ടി തീരുമാനിച്ച ജോലി ചെയ്യുന്ന വ്യക്തിയും വിജയിയാണ്. കാരണം അതായിരുന്നു അവൻ അല്ലെങ്കിൽ അവൾ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷേ 20 പേരിൽ ഒരാൾ മാത്രമാണ് അത് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ ലോകത്ത് മത്സരം എന്നൊന്നില്ല. മത്സരിക്കുന്നതിന് പകരം സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. 20 വർഷമായിട്ട് ഞാൻ ഒരു താക്കോൽ ഇങ്ങനെ തിരയുകയായിരുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതം എന്തായിത്തീരുമെന്ന് പ്രവചിക്കാനാവുന്ന, വിജയത്തിൻ്റെ വാതിൽ തുറക്കാനാവുന്ന ഒരു താക്കോൽ. അതെ, അങ്ങനെയുള്ള ഒരു താക്കോൽ ഉണ്ട്. അത് ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ചില ആളുകൾ വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടും അവർക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്തത്? എന്നാൽ ചില ആളുകൾ കാര്യമായി ഒന്നും അധ്വാനിക്കാതെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ നേടിയെടുക്കുന്നു. ഇത് കണ്ട് നിങ്ങൾ ഒരുപാട് അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. അവർ തൊടുന്നതെല്ലാം പൊന്നാക്കി മാറ്റുന്നു എന്ന് ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ വിജയിക്കുന്ന വ്യക്തി തുടർച്ചയായിട്ട് എപ്പോഴും വിജയിക്കുന്നതും, എന്നാൽ പരാജയപ്പെടുന്ന വ്യക്തി തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഗോൾസ് അഥവാ ലക്ഷ്യങ്ങളാണ്. ചില ആളുകൾക്ക് ലക്ഷ്യങ്ങളുണ്ട്, ചില ആളുകൾക്ക് അതില്ല. ലക്ഷ്യങ്ങൾ ഉള്ള ആളുകൾ ജീവിതത്തിൽ വിജയിക്കുന്നു. കാരണം
എവിടേക്കാണ് പോകേണ്ടത് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് വളരെ ലളിതമാണ്. പൂർണ്ണമായ യാത്രാമാപ്പ് തയ്യാറാക്കി ആസൂത്രണം ചെയ്ത് യാത്ര ചെയ്യുന്ന ഒരു കപ്പലിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. കപ്പൽ എവിടേക്കാണ് പോകുന്നതെന്നും എത്ര സമയം എടുക്കുമെന്നും ക്യാപ്റ്റനും അതിലെ ക്രൂ അംഗങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. അതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. 10,000 തവണയിൽ 999 തവണയും അത് ലക്ഷ്യത്തിൽ എത്തിയിരിക്കും. ഇനി നമുക്ക് മറ്റൊരു കപ്പൽ എടുക്കാം. ആദ്യത്തേതുപോലെ അതിൽ നയിക്കാൻ ക്യാപ്റ്റനോ ക്രൂവോ ഒന്നുമില്ല. എവിടേക്കാണ് പോകേണ്ടത് എന്ന് ലക്ഷ്യസ്ഥാനമോ കൊടുത്തിട്ടില്ല. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് അതിന് വെറുതെ പോകാൻ അനുവദിക്കുക. തുറമുഖത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന അത് കടലിലെ ലക്ഷ്യമില്ലാതെ നീങ്ങി തിരകളിൽപ്പെട്ട് മുങ്ങിപ്പോവുകയോ കാറ്റിൻ്റെ ദിശയിൽ മുന്നോട്ട് പോയി കടലിൻ്റെ ഏതെങ്കിലും ഒരു വിജനമായ ഭാഗത്ത് അകപ്പെടുകയോ ചെയ്തേക്കാം. കാരണം അതിന് ലക്ഷ്യസ്ഥാനം ഇല്ല. അതിനെ നിയന്ത്രിക്കാൻ ക്യാപ്റ്റനോ ക്രൂവോ ആരുമില്ല. സുഹൃത്തെ, ഇനി നമുക്ക് ഒരു സെയിൽസ്മാൻ്റെ ഉദാഹരണം എടുക്കാം. ഒരു നല്ല സെയിൽസ്മാൻ എന്ന് പറയുന്നത് അത്രയും ഭാവിയുള്ള ഒരു വ്യക്തി ഇന്ന് ലോകത്തില്ല. നിങ്ങൾ ആ ഒരു മേഖലയിൽ മിടുക്കനാണെന്നുണ്ടെങ്കിൽ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ബെനിഫിറ്റുള്ള ഒരു പ്രൊഫഷനാണ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. എല്ലാ കമ്പനികൾക്കും വിദഗ്ധരായ സെയിൽസ് പേഴ്സണെ ആവശ്യമുണ്ട്. അവർ അത്തരം ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും നല്ല പ്രതിഫലവും നൽകുന്നു. പക്ഷേ അത്തരത്തിലുള്ള എത്ര പേരെ നിങ്ങൾക്ക് കണ്ടെത്താനാകും? എന്നിരുന്നാലും മനുഷ്യവർഗം സ്ഥിരതയുള്ളതാണ്. ലോകത്ത് ശക്തനെ വിജയിക്കുന്നതിൽ നിന്ന് ഒരിക്കലും തടയാനാവില്ല. അതുപോലെ തന്നെ ദുർബലരെ പരാജയപ്പെടുന്നതിൽ നിന്നും. അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിക്കാനും വളരെ വളരെ എളുപ്പമാണ്. ഇന്ന് ജീവിക്കാനും കുടുംബം പോറ്റാനും പ്രത്യേക ബുദ്ധിയോ കഴിവോ ഒന്നും ആവശ്യമില്ല. പക്ഷേ എത്രത്തോളം ഉയരത്തിൽ പോകണമെന്ന് ലക്ഷ്യം വെക്കുക എന്നതാണ് പ്രധാനം. ഇനി നമുക്ക് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ആ രഹസ്യത്തിലേക്ക് തിരിച്ചു വരാം. ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്. എന്തുകൊണ്ടാണ് ഗോളുകൾ ഉള്ള ആളുകൾ ജീവിതത്തിൽ എപ്പോഴും വിജയിക്കുന്നതും അതില്ലാത്തവർ ജീവിതത്തിൽ എപ്പോഴും പരാജയപ്പെടുന്നതും? നിങ്ങൾക്കിത് യഥാർത്ഥത്തിൽ മനസ്സിലായാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കും. ഈ നിമിഷം മുതൽ ഞാൻ നിങ്ങളോട് എന്താണ് പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയാൽ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആകില്ല. ഭാഗ്യം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തോന്നും. ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവില്ല. ഉത്കണ്ഠയോ ഭയമോ സംശയമോ ഒന്നും ഇനി ജീവിതത്തോട് തോന്നില്ല. ഇതെല്ലാം ഇനി പഴയ കാര്യങ്ങളായിരിക്കും. കാരണം വിജയത്തിലേക്കുള്ള താക്കോൽ പരാജയത്തിലേക്കുള്ള താക്കോലും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നാം എന്താണ് ചിന്തിക്കുന്നത്, നാം അതായി മാറുന്നു. ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായി നാം മാറുന്നു. ചരിത്രത്തിലുടനീളം മഹാജ്ഞാനികളും അധ്യാപകരും തത്വചിന്തകരും പ്രവാചകന്മാരും പല കാര്യങ്ങളിലും പരസ്പരം വിയോജിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് അവർ സമ്പൂർണവും ഏകകണ്ഠവുമായിട്ടുള്ള യോജിപ്പിൽ എത്തിയത്. അതായത് വിജയത്തിൻ്റെ താക്കോലും പരാജയത്തിൻ്റെ താക്കോലും ഇതാണ്: നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരുന്നു. ഇതാണ് വിചിത്രമായ രഹസ്യം. എന്തുകൊണ്ടാണ് ഞാൻ ഇത് വിചിത്രമാണെന്ന് പറയുന്നത്, അതിനെ രഹസ്യമാണെന്ന് വിളിക്കുന്നത്? വാസ്തവത്തിൽ ഇത് ഒരു രഹസ്യമല്ല. ആദ്യകാല ജ്ഞാനികളിൽ ചിലരാണ് ഇത് ആദ്യമായി ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്. ഇക്കാര്യം പല പുണ്യപുസ്തകങ്ങളിലും പലതവണ പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതേക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് വിചിത്രമായത്. ചില വിചിത്രമായ കാരണങ്ങളാൽ ഇത് ഇപ്പോഴും രഹസ്യമായിട്ട് തുടരുന്നു. റോമൻ ചക്രവർത്തിയായ മഹാനായ മാർക്കസ് ഔറേലിയസ് പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ജീവിതം സൃഷ്ടിക്കുന്നത് അവൻ്റെ ചിന്തകളാണ്. ഡിസ്രേലി ഇങ്ങനെ പറയുന്നു, കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എല്ലാം സംഭവിക്കും. ഒരു നീണ്ട ധ്യാനത്തിന് ശേഷം ഒരു കാര്യം എനിക്ക് ബോധ്യമായി.
ഒരു നിശ്ചിത ലക്ഷ്യമുള്ള വ്യക്തി അത് നേടുക തന്നെ ചെയ്യും. അതിൻ്റെ പൂർത്തീകരണത്തിനായി അവരുടെ നിലനിൽപ്പിനെ പോലും അപകടപ്പെടുത്തുന്ന തരത്തിൽ മുന്നോട്ടു പോകുന്ന അവരെ ഒരിക്കലും ആർക്കും തടയാനാകില്ല. റാൽഫ് വാൾഡോ എമേഴ്സൺ ഇങ്ങനെ പറഞ്ഞു, ഒരു വ്യക്തി എന്നാൽ അയാൾ ആ ദിവസം മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വില്യം ജെയിംസ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യനെ അവൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നതിലൂടെ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും എന്നതാണ് എൻ്റെ തലമുറയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു. നിങ്ങൾ ഫലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ എത്തും. നിങ്ങൾ സമ്പന്നനാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സമ്പന്നനാകും. നിങ്ങൾ പഠിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പഠിക്കാൻ സാധിക്കും. ബൈബിളിൽ മാർക്കോസ് 9:23 പറയുന്നു, വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. എൻ്റെ പഴയ സുഹൃത്ത് ഡോക്ടർ നോർമൻ വിൻസെൻസ് ഇപ്രകാരം പറഞ്ഞു, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിയമങ്ങളിൽ ഒന്നാണിത്. ഞാനിത് ചെറിയ പ്രായത്തിൽ കണ്ടെത്തിയിരുന്നുവെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറെ കഴിഞ്ഞാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത്. ഇത് ഏറ്റവും വലിയ കണ്ടുപിടുത്തം ആയിട്ട് ഞാൻ കരുതുന്നു. ഈ നിയമത്തെ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം: നിങ്ങൾ നെഗറ്റീവ് രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും. നിങ്ങൾ പോസിറ്റീവ് ആയി ചിന്തിക്കുകയാണെങ്കിൽ നല്ല ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തും. ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞു, ആളുകൾ എപ്പോഴും അവരുടെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ സാഹചര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഈ ലോകത്ത് വിജയികളായവർ അവർ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ അന്വേഷിക്കുന്നവരാണ്. അവർക്ക് അവയെ കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ അവർ അവയെ സൃഷ്ടിക്കുന്നു. ഇത് എത്ര ശരിയാണ്. നാം എന്ത് ചിന്തിക്കുന്നുവോ നാം അത് ആയിത്തീരുന്നു. ഉറപ്പുള്ള മൂല്യവത്തായ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തി അതിലേക്ക് പതിയെ പതിയെ എത്തിച്ചേരുന്നു. കാരണം തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് അവൻ ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, നാം ചിന്തിക്കുന്നത് എന്തോ അതായിത്തീരുന്നു. നേരെ മറിച്ച് ഒരു ലക്ഷ്യവുമില്ലാത്ത, താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാത്തവരുടെ മനസ്സിൽ ആശയക്കുഴപ്പത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ഭയത്തിൻ്റെയും ചിന്തകളായിരിക്കും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. അതുവഴി അവർ സൃഷ്ടിക്കുന്നത് നിരാശയും ഭയവും ഉത്കണ്ഠയും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും. ഒരാൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല എങ്കിൽ അയാൾ ഒന്നും ആകില്ല. എങ്ങനെയാണ് വിചിത്രമായിട്ടുള്ള ഈ രഹസ്യം, ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്, പ്രവർത്തിക്കുന്നത്? നാം ചിന്തിക്കുന്നത് എങ്ങനെയാണ് നാം ആയിത്തീരുന്നത് അതാണ്. ഒരു കർഷകന് കുറച്ച് ഭൂമിയുണ്ടെന്നും അത് നല്ല ഫലഭൂയിഷ്ഠമായ ഭൂമിയാണെന്നും കരുതുക. മനുഷ്യൻ്റെ മനസ്സ് ഒരു കർഷകൻ്റെ ഭൂമി പോലെയാണ്. തൻ്റെ സ്ഥലത്ത് എന്ത് നടണമെന്ന് അയാൾ തീരുമാനിക്കാം. എന്താണോ നടുന്നത് അതാണ് അയാൾക്ക് തിരികെ ലഭിക്കുന്നത്. കർഷകന് 2 വിത്തുകൾ ഉണ്ട് എന്ന് കരുതുക. ഒന്ന് ഒരു ധാന്യവും മറ്റൊന്ന് ഒരു വിഷവിത്തും. അയാൾ ഭൂമിയിൽ കുഴിയുണ്ടാക്കി അതിൽ ഓരോ വിത്തും നട്ടു. അതിനുശേഷം വെള്ളമൊഴിച്ചു, വളം നൽകി പരിപാലിച്ചു. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്താണോ അദ്ദേഹം നട്ടത് ഭൂമി കർഷകന് അത് തിരിച്ചു കൊടുക്കും. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യും. ഓർക്കുക, ഭൂമിക്ക് അത് പ്രശ്നമല്ല. അത് ധാന്യം വിളയിക്കുന്നത് പോലെ തന്നെ സമൃദ്ധമായി വിഷം തിരികെ നൽകും. അങ്ങനെ 2 സസ്യങ്ങൾ ഉയർന്നു വരുന്നു. ഒന്ന് ധാന്യം, മറ്റൊന്ന് വിഷം. നമ്മൾ മനുഷ്യ മനസ്സിനെ ഭൂമിയുമായി താരതമ്യം ചെയ്യുകയാണ്. കാരണം ഭൂമിയെപ്പോലെ നിങ്ങൾ അതിൽ എന്ത് നടുന്നു എന്നത് മനസ്സിനും പ്രശ്നമല്ല. വിതയ്ക്കുന്നത് എന്തോ അതാണ് നാം കൊയ്യുന്നത്. മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ഭൂമിയേക്കാൾ വളരെ ഫലഭൂയിഷ്ഠവും അവിശ്വസനീയവും നിഗൂഢവുമാണ്. അവിടെ വിജയമാണ് നടുന്നതെങ്കിൽ അതായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പരാജയമാണ് നടുന്നതെങ്കിൽ തിരിച്ചു നൽകുന്നത് അതും. ഒരു മൂല്യപൂർണമായ ലക്ഷ്യമാണോ നിങ്ങൾ നടുന്നത്, അതോ ആശയക്കുഴപ്പം, തെറ്റിദ്ധാരണ, ഭയം, ഉത്കണ്ഠ എന്നിവയോ? എന്തായാലും നാം നട്ടുപിടിപ്പിക്കുന്നത് എന്താണ്, അത് നമ്മിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരും. ഒരു സംശയവും വേണ്ട. ജനന സമയത്ത് നമുക്ക് സൗജന്യമായിട്ട് നമ്മുടെ മനസ്സ് കിട്ടുന്നു.
അങ്ങനെ സൗജന്യമായി കിട്ടുന്നതിനൊന്നും നമ്മൾ വലിയ വില കൽപ്പിക്കാറില്ല. എന്നാൽ നാം പണം കൊടുത്തു വാങ്ങുന്നവയ്ക്ക് നമ്മൾ ഒരുപാട് വില നൽകുന്നു. യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായ കാര്യങ്ങൾ നമുക്ക് സൗജന്യമായിട്ടാണ് ഈ ലോകത്ത് കിട്ടിയത്. നമ്മുടെ മനസ്സ്, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ ബുദ്ധി, കുടുംബത്തോടും കുട്ടികളോടും രാജ്യത്തോടുമുള്ള എന്തെന്നില്ലാത്ത സ്നേഹം, അമൂല്യമായിട്ടുള്ള ഈ സ്വത്തുകൾ എല്ലാം സൗജന്യമാണ്. നിങ്ങൾ ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ. എന്നാൽ നാം പണം ചെലവാക്കുന്ന കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ വളരെ വില കുറഞ്ഞതും എപ്പോൾ വേണമെങ്കിലും മാറ്റി സ്ഥാപിക്കാവുന്നതുമാണ്. ഉദാഹരണത്തിന്, നമ്മുടെ വീട് കത്തി നശിച്ചാലും പൂർണ്ണമായി നഷ്ടപ്പെട്ടാലും അത് നമുക്ക് പൂർണ്ണമായും പുനർനിർമ്മിക്കാൻ കഴിയും. എന്നാൽ നമുക്ക് വെറുതെ കിട്ടിയ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പുനഃസ്ഥാപിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിനെ ഏൽപ്പിക്കുന്ന ഏത് ജോലിയും അതിന് ചെയ്യാൻ കഴിയും. എന്നാൽ പൊതുവെ പറഞ്ഞാൽ വലിയ ജോലികൾക്ക് പകരം ചെറിയ ചെറിയ ജോലികൾക്കായിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നു. അതിനാൽ ഇപ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ വേണ്ടത്. നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ സ്ഥാപിക്കുക, ഊട്ടി ഉറപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിനു വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണിത്. സുഹൃത്തേ, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ മികവ് പുലർത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ജീവിതത്തിൽ പണവും പ്രശസ്തിയും സൗഭാഗ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ആ വിത്ത് നിങ്ങളുടെ മനസ്സിൽ നട്ടുപിടിപ്പിക്കുക, അതിനെ പരിപാലിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി സ്ഥിരമായിട്ട് തന്നെ പ്രവർത്തിക്കുക. അത് യാഥാർത്ഥ്യമാകും. അത് അങ്ങനെ ആകാതിരിക്കാൻ ഒരു വഴിയുമില്ല. സർ ഐസക് ന്യൂട്ടൻ അദ്ദേഹത്തിൻ്റെ ഗുരുത്വാകർഷണ നിയമത്തിൽ പറയുന്നത് പോലെയുള്ള ഒരു നിയമമാണിത്. നിങ്ങൾ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയാൽ നിങ്ങൾ താഴേക്ക് തന്നെ പതിക്കും, ഒരിക്കലും മുകളിലേക്ക് പോകില്ല. കൂടാതെ പ്രകൃതിയിലെ എല്ലാ നിയമങ്ങളും ഇതിന് സമാനമാണ്. അവ എപ്പോഴും ഒരേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഗോളിനെ കുറിച്ച് കണ്ണടച്ച് വളരെ ശാന്തമായ അവസ്ഥയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഈ ലക്ഷ്യം ഇതിനകം നേടിയതായിട്ട് നിങ്ങൾ മനസ്സിൻ്റെ കണ്ണിൽ സ്വയം ചിത്രീകരിക്കുക. അതായത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നേടിയതായിട്ട് മനസ്സിൽ സ്വയം വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തതായിട്ട് ഇപ്പോൾ തന്നെ കണ്ണടച്ച് ഒന്ന് ഓർത്തു നോക്കൂ. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സ്വന്തം ചിന്തകളുടെ ആകെത്തുകയാണ്. നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ചിന്തകളുടെ ഫലത്തിൽ നിന്ന് ഭാവിയിൽ ജീവിക്കണം. കാരണം നിങ്ങൾ ഇന്നും നാളെയും അടുത്ത മാസവും അടുത്ത വർഷവും ചിന്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ പതിയെ പതിയെ രൂപപ്പെടുത്തുകയും നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ നയിക്കുന്നത്. ഒരിക്കൽ ഞാൻ കിഴക്കൻ അരിസോണയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഒരു ഭീമാകാരമായ യന്ത്രം മണിക്കൂറിൽ 35 മൈൽ വേഗതയിൽ ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു. അതിൽ 20 ടൺ മണ്ണുപോലെ തോന്നിപ്പിക്കുന്ന എന്തോ ഒന്ന് ഉണ്ടായിരുന്നു. കൈകളിൽ ചക്രം പിടിച്ച് ഒരു ചെറിയ മനുഷ്യൻ വളരെ വൃത്തിയായി അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. മനുഷ്യ മനസ്സുമായി ആ യന്ത്രത്തിൻ്റെ സാമ്യം എന്നെ അത്ഭുതപ്പെടുത്തി. ഇത്രയും വലിയ ഒരു ഊർജ സ്രോതസ്സിൻ്റെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ഡ്രൈവറാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ കൈകൾ മടക്കി അത് ഒരു കുഴിയിലേക്ക് ഓടിപ്പോകുന്നത് നോക്കിയിരിക്കുകയാണോ? അതോ 2 കൈകളും ചക്രത്തിൽ ഉറപ്പിച്ച് പിടിച്ചു നിർത്തി ഈ ശക്തിയെ ഒരു പ്രത്യേക മൂല്യവത്തായ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയാണോ? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഡ്രൈവറുടെ സീറ്റിലാണ്. നമുക്ക് വിജയം നൽകുന്ന നിയമം തന്നെ ഇരുതല മൂർച്ചയുള്ള വാളാണ്. നമ്മൾ നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കണം. ഒരു മനുഷ്യനെ വിജയത്തിലേക്കും സമ്പത്തിലേക്കും സന്തോഷത്തിലേക്കും അവൻ തനിക്ക് വേണ്ടി സ്വപ്നം കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നയിക്കുവാൻ കഴിയുന്ന അതേ നിയമം തന്നെ അവനെ അഴുക്കുചാലിലേക്കും നയിക്കും. എല്ലാം അവൻ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും. നാം സ്വപ്നം കണ്ട വിജയം, സമ്പത്ത്, സന്തോഷം തുടങ്ങി എല്ലാ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വരുന്നത് നമ്മുടെ ചിന്തകളെ ആശ്രയിച്ചായിരിക്കും. നല്ലതിനോ ചീത്തയ്ക്കോ വേണ്ടി ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യമാണ്, അതായത് ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്, രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രത്തിൻ്റെ ഉദയം മുതൽ വിദഗ്ധർ നമ്മോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന
ജീവിതത്തിൽ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നതിലൂടെ നിങ്ങൾക്ക് സൗജന്യമായി കിട്ടിയവയ്ക്ക് വില കൽപ്പിക്കുക. വിജയിക്കാതെ ജീവിക്കുന്നത് പോലെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇത്. നിങ്ങൾ ഒരു ലക്ഷ്യം തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ആ നിമിഷം മുതൽ നിങ്ങൾ ഒരു വിജയിയായ വ്യക്തിയായിട്ട് മാറുന്നു. ആദ്യം പറഞ്ഞ 100 പേരിൽ ഒരാളായിട്ട് നിങ്ങൾ മാറുന്നു. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കാൻ പോകുന്നത് എന്ന് അമിതമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. അത് നിങ്ങളെക്കാൾ വലിയ ശക്തിക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: എവിടേക്കാണ് പോകുന്നത് എന്ന് അറിയുക. ശരിയായ സമയത്ത് ശരിയായ ഉത്തരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇന്ന് തന്നെ ഇതിന് തുടക്കമിടുക. നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല, പക്ഷേ വിജയിക്കുവാൻ നിങ്ങളുടെ ജീവിതം മുഴുവനും ഉണ്ട്. നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതുവരെ അടുത്ത 30 ദിവസത്തേക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്യുക. മറ്റെന്തിനേക്കാളും പ്രധാനമായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഒരു കാർഡിൽ എഴുതുക. അതായത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഒരു കാർഡിൽ എഴുതുക. അത് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സമ്പത്ത് ആയേക്കാം, അല്ലെങ്കിൽ ഇരട്ടി വരുമാനമായേക്കാം, അല്ലെങ്കിൽ മനോഹരമായ ഒരു വീടാകാം, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദേശ ഡെസ്റ്റിനേഷനോ കോഴ്സോ ആകാം, നല്ല ജോലിയാകാം, കെട്ടുറപ്പുള്ള കുടുംബം ആകാം. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങളുടെ കാർഡിൽ വ്യക്തമായിട്ട് എഴുതുക. ഒറ്റ ഗോൾ മാത്രമേ എഴുതാവൂ. അത് വളരെ വ്യക്തവും കൃത്യവും ആയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങൾ അത് ആരെയും കാണിക്കേണ്ടതില്ല. ഈ കാർഡ് എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ടുപോവുക. ദിവസത്തിൽ പലതവണ നിങ്ങൾ ഈ കാർഡിലേക്ക് നോക്കുക. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്തോഷത്തോടെ പോസിറ്റീവായിട്ട് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും നോക്കുകയും ചെയ്യുക. അതിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനാൽ അത് ഉടൻ നിങ്ങളുടേതാകും എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. യഥാർത്ഥത്തിൽ നിങ്ങൾ അത് എഴുതുകയും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന നിമിഷം മുതൽ ആ ലക്ഷ്യം നിങ്ങളിലേക്ക് പതിയെ പതിയെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഭയം തോന്നുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നത് അവസാനിപ്പിക്കുക. ഓരോ തവണയും നിങ്ങൾ മനസ്സിലേക്ക് നിഷേധാത്മക ചിന്തകൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിത്രം ഉപയോഗിച്ച് അത് മാറ്റി സ്ഥാപിക്കുക. പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു മനുഷ്യന് നിഷേധാത്മകമായി ചിന്തിക്കാൻ. അതുകൊണ്ട് 5% പേർ മാത്രമായി വിജയിക്കുന്നത്. ആ ആളുകളുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ഉൾപ്പെടുത്താൻ നിങ്ങൾ ബോധപൂർവമായ ശ്രമം തുടങ്ങണം. ഡൊറോത്തിയോ ബ്രാൻഡെ പറഞ്ഞതുപോലെ, പരാജയപ്പെടുക എന്നത് അസാധ്യമാണെന്ന മട്ടിൽ നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നാലും എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ കൺമുൻപിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയ ഈ പുതിയ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ നൽകുന്ന സേവനത്തിൻ്റെ ഗുണനിലവാരവും അളവും അനുസരിക്കും നിങ്ങളുടെ വിജയം എപ്പോഴും അളക്കുന്നത്. പണമുണ്ടാക്കണം എന്ന് മിക്ക ആളുകളും നിങ്ങളോട് പറയും. എന്നാൽ അവർ ഈ നിയമം മനസ്സിലാക്കിയിട്ടല്ല. കറൻസി അച്ചടിക്കുന്നത് മാത്രമാണ് ആളുകൾ പണം ഉണ്ടാക്കുന്നതായി കാണുന്നത്. ബാക്കിയുള്ളവർ പണം സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. വിജയം പണം ഉണ്ടാക്കുന്നതിൻ്റെ ഫലമല്ല, പണം സമ്പാദിക്കുന്നത് വിജയത്തിൻ്റെ ഫലമാണ്. വിജയം നമ്മൾ നൽകുന്ന സേവനത്തിൻ്റെ നേർ അനുപാതത്തിലാണ്. ഭൂരിഭാഗം ആളുകളും ഈ നിയമത്തെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത്, അടുപ്പിന് മുന്നിൽ നിന്നുകൊണ്ട് ആദ്യം എനിക്ക് ചൂട് തരൂ, എന്നിട്ട് ഞാൻ വിറക് കത്തിക്കാം എന്ന് പറയുന്നത് പോലെയാണിത്. ജീവിതത്തിൽ ഈ മനോഭാവം കാണിക്കുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം? മില്യൺ കണക്കിന് ആളുകളുണ്ട്. അടുപ്പിൽ നിന്ന് ചൂട് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിലേക്ക് ഇന്ധനം നൽകണം. അതുപോലെ പണം പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് ആദ്യം സേവനം നൽകണം. പണത്തെക്കുറിച്ച് ഒരിക്കലും ആശങ്കപ്പെടേണ്ടതില്ല. ഒരിക്കലും ജീവിതത്തിൽ അതിനെ ഭയത്തോടു കൂടി നോക്കുകയും അരുത്. എപ്പോഴും ഈ നിയമം കർശനമായി പാലിക്കുക. സേവനത്തിൽ മുഴുകുക, കെട്ടിപ്പടുക്കുക, സ്വപ്നം കാണുക, സൃഷ്ടിക്കുക. ഇങ്ങനെ കൺസിസ്റ്റൻ്റായി ചെയ്താൽ നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ഐശ്വര്യത്തിനും സമൃദ്ധിക്കും പരിധികളില്ല എന്ന് നിങ്ങൾ കണ്ടെത്തും. ഈ പരീക്ഷയിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നതുവരെ നിങ്ങളുടെ ഈ പരീക്ഷ ആരംഭിക്കരുത്. ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ നെഗറ്റീവ് ചിന്തകളാൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ആ ദിവസം മുതൽ 30 ദിവസത്തേക്കുള്ള യാത്ര നിങ്ങൾ പുനരാരംഭിക്കുക. ക്രമേണ നിങ്ങളിൽ പുതിയ ശീലങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ രൂപപ്പെടും.
ഒന്നും അസാധ്യമല്ലാത്ത ഒരു ചെറിയ ശതമാനത്തിൽ ഒരാളായി നിങ്ങളെ കണ്ടെത്തുന്നതുവരെ ഇത് തുടരുക. എല്ലാത്തിനും ഉപരിയായി ആശങ്കപ്പെടാതിരിക്കുക. ഉത്കണ്ഠ ഭയം കൊണ്ടുവരും. ഭയം എല്ലാറ്റിനെയും വികലമാക്കുന്നു. നിങ്ങളുടെ ടെസ്റ്റ് സമയത്ത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം എല്ലാം സ്വയം ചെയ്യേണ്ടി വരുന്നു എന്നതാണ്. അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എല്ലായ്പ്പോഴും നിങ്ങളുടെ ഗോൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടാവുക എന്നത് മാത്രമാണ്. ബാക്കിയെല്ലാം തനിയെ വന്നുകൊള്ളും. ഈ ഒരു 30 ദിവസത്തെ ഒരു ടെസ്റ്റ് നിങ്ങൾ നടത്തുക, അത് ആവർത്തിക്കുക. തുടർന്ന് വീണ്ടും വീണ്ടും അത് കൺസിസ്റ്റൻ്റായി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഓരോ തവണയും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞുവെന്ന് ചിന്തിക്കുന്നതുവരെ ഈ പുതിയ രീതിയിൽ നിങ്ങൾ ജീവിക്കുക. സമൃദ്ധിയുടെ പ്രവാഹങ്ങൾ തുറക്കുകയും നിങ്ങൾ സ്വപ്നം കണ്ടതിൽ കൂടുതൽ കൂടുതൽ സമ്പത്ത് നിങ്ങളിലേക്ക് വരികയും ചെയ്യും. പണം, അതെ, ഒരുപാട് പണം. എന്നാൽ അതിൽ പ്രധാനമായത് മറ്റൊരു കാര്യമാണ്. നിങ്ങളിൽ സമാധാനം നിറയും. ശാന്തിയും സമാധാനവും സന്തോഷപ്രദവും വിജയകരവുമായ ജീവിതം നയിക്കുന്ന ആ ന്യൂനപക്ഷത്തിൽ നിങ്ങളും ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടി ഒമാ ഗ്ലോബൽ അക്കാഡമിയുടെ വോയിസ് ഓഫ് കരിയർ ഗൈഡൻസ് ശ്രോതാക്കൾക്കായി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.